കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അങ്ങ് കേന്ദ്രത്തിൽ നടക്കുന്ന നീക്കം രാജ്യം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ളതാണ്. അമേരിക്കയിൽ പോയി തിരിച്ചെത്തിയ മോദിക്ക് ട്രംപ് കൊടുത്ത പണി ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കൾ പരക്കം പായുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പോഡ്കാസ്റ്റിൽ പോലും മോദി ട്രംപിനെ പുകഴ്ത്തുമ്പോഴും ഇതേ ട്രംപ് തനിക്കൊരുക്കി വെച്ച കെണി പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അറിഞ്ഞില്ല. ഇവിടെ മോദിക്ക് ട്രംപ് പണി കൊടുക്കുന്നത് അങ്ങ് ബഹിരാകാശത്തിൽ വരെ നിലയുറപ്പിച്ച എലോൺ മസ്കിനെ ഇറക്കിക്കൊണ്ടാണ്. വർഗീയതയുടെ വിത്തുകൾ പാകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് കൽപ്പിച്ച് രാജ്യം അടക്കി ഭരിക്കുന്ന മോദിയെ ഒടുക്കം അടക്കിയിരുത്തുകയാണ് എലോൺ മസ്ക്. അതും ഇന്ത്യയിലെ ഓരോ ജനങ്ങളോടും ഇപ്പോൾ മസ്കിന്റെ AI ടൂളായ ഗ്രോക്കാണ് സംസാരിക്കുന്നത്. ഈ ടൂൾ പറയുന്നത് മോദിയാണ് ഏറ്റവും വർഗീയത നിറഞ്ഞ നേതാവ് എന്നതാണ്. ഒപ്പം മോദിയെ വളർത്തിക്കൊണ്ടുവന്ന RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മോദിയുടെ പ്രതിച്ഛായ ഓരോ ദിവസവും ഇടിഞ്ഞില്ലാതാവുകയാണ്. ഹിന്ദി ഭാഷയിൽ കൂടി ഈ ഗ്രോക്ക് സംസാരിക്കുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള മോദി വിശ്വസ്തർ ഇപ്പോൾ മോദിയെ കാണുന്നത് പഴയ ഗ്യാരണ്ടിയോടെ അല്ല. പകരം മണിപ്പൂരടക്കം കലാപഭൂമിയായി കത്തിയമരുമ്പോൾ രാജ്യത്തിൻ്റെ സമാധാനവും സ്വൈര്യവും ഒക്കെ കെടുത്തുന്നവനായിട്ട് മോദിയെ കാണാനാണ് ഇന്ത്യൻ ജനങ്ങളെ ഈ ഗ്രോക്ക് പഠിപ്പിക്കുന്നത്. ഇതിലും വലിയ ഒരു തിരിച്ചടി മോദിക്കോ മോദി വിശ്വസ്തർക്കോ നൽകാനില്ലാതിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ അടിയന്തര നീക്കത്തിന് ഇതേ കൂട്ടർ കളമൊരുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ IT മന്ത്രാലയം എലോൺ മസ്കിൻ്റെ ഗ്രോക്കിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്നാൽ എലോൺ മസ്കും വിട്ടുകൊടുക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർഷിപ്പിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. 2022 വർഗീയ കലാപം ഉണ്ടാക്കിയ മോദിയുടെ കഥയടക്കം മോദിയും യോഗിയും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന തരത്തിൽ വിദ്വേഷം വിളമ്പുന്നു എന്ന കാര്യത്തിൽ ഗ്രോക്ക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മോദിയും മോദിയുടെ സംഘപരിവാറും എക്സിൽ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ വൻ മതിലുകൾ ഇടിഞ്ഞു വീഴുകയാണ്. കള്ളപ്പണം തിരികെ എത്തിക്കുമെന്ന് തുടങ്ങി കോവിഡ് കാലത്ത് മോദി നടത്തിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ എലോൺ മസ്കിന്റെ ഗ്രോക്ക് ആവർത്തിച്ച് ചർച്ചയാക്കുകയാണ്. ഇങ്ങനെ ചർച്ചകൾ തുടരുമ്പോൾ 75 തികയാറാവുന്ന മോദി തളർന്നു പോവുകയാണ്. ഇവിടെ കേന്ദ്രം മസ്കിന്റെ ഗ്രോക്കിനെതിരെ നോട്ടീസ് അയക്കുമ്പോൾ മസ്ക് തനിക്ക് അനുകൂലമാവുമെന്ന് കരുതിയിടത്തു നിന്നാണ് ഇപ്പോൾ കർണാടക കോടതി വഴി മസ്ക് മോദിക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും ട്രംപ് അറിഞ്ഞുകൊണ്ടുള്ള ഈ കളി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇവിടെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. മോദി മൂന്നാമനായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ട്രംപിനെ കണ്ടുവന്നപ്പോൾ ഈ രാജ്യത്തിന് ഗുണകരമായതൊന്നും ഉണ്ടായില്ല. പകരം ട്രംപിന് മുന്നിൽ ഓസ്റ്റാനിച്ച് നിൽക്കുന്ന മോദിയാണ് കണ്ടത്. ഇന്ത്യൻ മാധ്യമങ്ങളിൽ അത് നിറഞ്ഞാടിയതുമാണ്. അന്ന് ട്രംപ് ശരിക്കും ചെയ്തത് മോദിയെ സ്വന്തം വരുതിക്ക് നിർത്തുക എന്നതാണ്. ഇതിനു മുൻപും ഇന്ത്യയിൽ എത്രയോ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവരൊന്നും ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അദാനി കേസുകൾ അമേരിക്കയിലുള്ളപ്പോൾ അതൊന്നും കുത്തിപ്പൊക്കാതിരിക്കാൻ അമേരിക്ക ഉപേക്ഷിക്കുന്ന ആയുധങ്ങൾ വലിയ വിലയിൽ വാങ്ങി വന്ന നേതാവ് കൂടിയാണ് മോദി. ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നറിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് അടുത്ത അടി മസ്കിൻ്റെ ഗ്രോക്ക് വഴി ട്രംപ് നൽകുന്നത്.